Hello students, welcome back to our channel. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 5 പ്രോബ്ലംസ് ഏരിയനെ സംബന്ധിച്ചുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നതോറും നമുക്ക് നോളജ് കൂടും. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. From a circular sheet of radius 4 cm, a circle of radius 3 cm is cut out. Calculate the area of the remaining sheet after the smaller circle is removed. Smaller circle remove ചെയ്യുമ്പോൾ ഉള്ള റിമൈനിങ് ഷീറ്റിന്റെ ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് റിമൈനിങ് ഷീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓഫ് എൻറ്റയർ സർക്കിൾ വിത്ത് റേഡിയസ് 4 cm മൈനസ് ഏരിയ ഓഫ് ദി സർക്കിൾ. റേഡിയസ് 4 cm ആയിട്ട് നമ്മൾ മുറിച്ചെടുത്ത സർക്കിളിൽ നിന്ന് നമ്മൾ ഏരിയ ഓഫ് ദി സർക്കിൾ വിത്ത് റേഡിയസ് 3 cm ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് πr² ആണ്. നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. സോ ഏരിയ ഓഫ് എൻറ്റയർ സർക്കിൾ വിത്ത് റേഡിയസ് എന്ന് പറയുന്നത് 3 cm ആകുമ്പോൾ വിച്ച് ഇസ് കട്ട് ഔട്ട് എന്ന് പറയുന്നത് πr² ആണ്. ആറിന്റെ സ്ഥാനത്ത് നമ്മൾ 3 ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ 9 cm². നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ cupboard box of dimensions 1 meter into 2 meter into 1.5 cm ആണ്. is to be painted except of bottom. Calculate how much area of the box was to be painted. അപ്പോൾ പെയിന്റ് ചെയ്തിട്ടുള്ള ബോക്സ് പെയിന്റ് ചെയ്തിട്ടുള്ള ഭാഗം അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത് ആദ്യം എടുത്ത് എഴുതാം. ലെങ്ത് ഓഫ് ദി ബോക്സ് L = 2 cm എന്ന് എഴുതാം. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B = 1 meter എന്ന് എഴുതാം. ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് മൂന്നും എടുത്ത് നമ്മൾ എഴുതാം. നമ്മൾ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഇക്വേഷൻ 2 × LB + LH + BH ആണ്. അപ്പോൾ പെയിന്റഡ് സർഫസ് ഏരിയ പെയിന്റഡ് എന്ന് പറഞ്ഞാൽ ഈ LB + 2 × BH + HL എന്ന് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഈ 2ന് എന്താ പറയുക, ഈ LB പുറത്തേക്ക് എടുത്ത് എഴുതാണ്. അപ്പോൾ is equal to 2 × 1 + 2 1 × 1.5 + 1.5 × 2 എന്ന് കിട്ടി. ഇത് 2 ആണ്, ഇത് 2 + 2 1.5 + 3.0 2 + 9.0 11 കിട്ടി. അപ്പോൾ നമ്മുടെ സർഫസ് ഏരിയ 11 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.